ജില്ലയിൽ വ്യാപകമാകുന്ന തെരുവ് നായ ആക്രമണങ്ങൾക്ക് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പേവിഷബാധയേറ്റുള്ള അതിദാരുണമായ മരണങ്ങൾ ജില്ലയിൽ കൂടി വരുന്നു. തെരുവുനായ ശല്യം തടയാൻ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ നടപ്പാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ലെന്നും ഇതിനെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആദ്യഘട്ടമായി 15 മുതൽ ജൂൺ 15 വരെയുള്ള ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കും. ഒപ്പം ജില്ലയിലെ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിലും പ്രകടനവും ധർണയും നടത്തുമെന്നും അറിയിച്ചു. ജില്ലയിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അനുദിനം തെരുവുനായ്ക്കളുടെ കടിയേറ്റ് നമ്മുടെ ഒത്തിരിയേറെ സഹോദരങ്ങൾ വളരെ ദാരുണമായ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വളർത്തുമൃഗങ്ങളെ അല്ലാതെ ഇതുപോലെ ഉള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനൊക്കെയുണ്ട്. ആ ഓർഗനൈസേഷൻ്റെ പേരിൽ തന്നെ IAS ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അത്തരം ബോർഡുകളുടെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കാര്യമാണ്, നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യമാണല്ലോ പറയാനുള്ളത്. ചീഫ് സെക്രട്ടറി മുതൽ DGP വരെയുള്ള ആളുകൾക്ക് സർക്കുലർ അയച്ചിട്ടുണ്ട്. ആ സർക്കുലറിൽ പ്രതിപാദിക്കുന്നത് വളരെ അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ ഇത്തരം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഗനൈസേഷനുമൊക്കെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന, തെരുവിൽ അകപ്പെട്ടിരിക്കുന്ന ഇത്തരം ജീവികളെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, കഞ്ഞിപ്പുര, ഗോശാല ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടാക്കി അവയെ അവിടെ വളർത്തുകയും അതുപോലെ തന്നെ പ്രത്യുത്പാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെറിലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായ സുഭിക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ കേരളത്തിൽ അത്തരമൊരു കാര്യത്തിന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ദയനീയമായ സാഹചര്യം. അല്ലെങ്കിൽ അതിൻ്റെ വേദി എന്ന നിലയിൽ റെസിഡൻ്റ് അസോസിയേഷനുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചില പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിന് നിങ്ങളുടെയൊക്കെ ഈ അറിയിപ്പുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വേണ്ട തലത്തിലേക്ക് ചെല്ലേണ്ടതാണ് ഇപ്പോൾ അത്യാവശ്യം. ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഭീമ ഹർജികൾ, ഓരോ പ്രദേശത്തു നിന്നുള്ള ഹർജികൾ സമാഹരിച്ച് ആ ഭീമ ഹർജി മിനിസ്റ്റർക്ക് കൊടുക്കുവാനുള്ള ഒരു പരിപാടിയാണ്. അവിടെയൊക്കെ പരിഹാരമാകുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യാറുള്ള മറ്റ് സമരപരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. തെരുവുനായ്ക്കളുടെ ആക്രമണം ജില്ലയിൽ വർദ്ധിക്കുകയാണ്. പേവിഷബാധയേറ്റുള്ള അതിദാരുണമായ മരണങ്ങളും കൂടി വരുന്നു. ജില്ലയിൽ ഇതിനോടകം നിരവധി മരണങ്ങൾ സംഭവിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കിയപ്പോൾ ഭക്ഷണം ലഭിക്കാതെ തെരുവുനായ്ക്കൾ കാണുന്നവരെയെല്ലാം ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ നടപ്പാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ABS ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെന്നും കൃത്യമായ വന്ധ്യംകരണം നടത്തണമെന്നും സുപ്രീം കോടതിയുടേത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതൊന്നും നടപ്പാക്കുന്നില്ല എന്നും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഈ വിഷയത്തിൽ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുകയാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ജില്ലയിലെ 500ഓളം റെസിഡൻസ് അസോസിയേഷനുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരപരിപാടിക്കാണ് നേതൃത്വം നൽകുന്നത്. ആദ്യപടിയായി മെയ് 15 മുതൽ ജൂൺ 15 വരെയുള്ള ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കും. തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക, ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. അനുകൂലമായ തീരുമാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേലധികാരികളിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടായില്ല എങ്കിൽ തുടർ സമരങ്ങളും നടത്തും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കമാൽ എം മാക്കീൽ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി BR ഭദ്രൻ, ജില്ലാ ട്രഷറർ ബിജു സാരംഗി, ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ, വൈസ് പ്രസിഡന്റ് KN അനിരുദ്ധൻ, സെക്രട്ടറിമാരായ അൻഷാദ് അരൂർ, ജിയാനിൽകുമാർ എന്നിവർ പങ്കെടുത്തു.
CD നെറ്റ് ന്യൂസ്, കായംകുളം.